ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം നൽകി ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് മക്കയിലെത്തിച്ചേർന്ന 20 ലക്ഷത്തിലധികം വരുന്ന ഹാജിമാർ എല്ലാവരും ഇന്ന് മിനായിൽ തമ്പടിക്കും. ളുഹർ നമസ്കാരത്തിന് മുമ്പേ എത്തിച്ചേർന്നാൽ മതിയെങ്കിലും തിരക്കൊഴിവാക്കാൻ ഇന്നലെ രാത്രി മുതൽ ഹാജിമാർ പ്രയാണം ആരംഭിച്ചിരുന്നു. അറഫാ ദിനത്തിലൊഴികെ ഹജ്ജ് അവസാനിക്കുന്ന ദുൽഹജ്ജ് 13 വരെ തീർത്ഥാടകർ മിനായിലാണ് തങ്ങുക. നാളെ പുലർച്ചെ വരെ ദൈവസ്മരണയും ഖുർആൻ പാരായണവും നമസ്കാരവുമായി ഹാജിമാർ തമ്പുകൾ ഭക്തിസാന്ദ്രമാക്കും. അങ്ങനത്തെ ഒരു യൗമ അറഫയിലേക്ക് നാം പോകുന്ന സമയത്ത് ആ ദിവസത്തിന് വേണ്ടി മാനസികമായും ശാരീരികമായും ആത്മീയമായും ഒരുങ്ങാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയാണ് ദുൽഹജ്ജ് 8-ന് മിനയിൽ സംഗമിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി നമസ്കാരത്തിന് ശേഷം ആരംഭിച്ച തീർത്ഥാടക പ്രവാഹം ഇന്ന് പ്രഭാത നമസ്കാരത്തോടെ ശക്തിപ്പെടുകയായിരുന്നു. മിനായിലേക്കുള്ള മുഴുവൻ വഴികളും ലബ്ബൈക്ക് ചൊല്ലുന്ന ഹാജിമാരാൽ നിറഞ്ഞു. ഇന്ത്യൻ ഹാജിമാർ ഇന്നലെ രാത്രി 9 മണി മുതൽ മിനായിലേക്ക് പുറപ്പെട്ടു തുടങ്ങിയിരുന്നു. മുഴുവൻ ഇന്ത്യൻ തീർത്ഥാടകരും ഇപ്പോൾ മിനായിലെത്തിച്ചേർന്നിട്ടുണ്ട്. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹാജിമാർ ബസ്സുകളിലും മറ്റുമായി മിനായിലേക്കുള്ള വഴിയിലാണ്. ജീവിത സ്വപ്നം യാഥാർത്ഥ്യമാക്കി തൽബിയത്ത് മന്ത്രങ്ങളുമായി മിനയിലെത്തിച്ചേർന്ന ഹാജിമാർക്കിനി അറഫയാണ് അടുത്ത ലക്ഷ്യം. മിനായിൽ നിന്നും റബി മുഹമ്മദ്, മീഡിയ 1.